കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ആരാധനയ്ക്ക് പാടിയ ഒരു പാട്ട് ജർമ്മനിയിൽ നിന്നും നമ്മുടെ കേരളത്തിൽ വന്ന് മലയാളം പഠിച്ച് മലയാള ഭാഷയ്ക്കും ക്രൈസ്തവ സഭയ്ക്കും വളരെയധികം സംഭാവനകൾ കാഴ്ചവെച്ചതായിരിക്കുന്ന നാഗൽ സാഹിബിൻ്റെ ഒരു പാട്ടാണ്. ആ പാട്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാൻസ 11ാമത്തെ സ്റ്റാൻസയിൽ തൻ തൃനാമ രഹസ്യം താത പുത്രൻ ആത്മാവ, വിശുദ്ധ ത്രിത്വത്തിൻ്റെ ഉപദേശം 2 വാചകത്തിൽ അദ്ദേഹം മനോഹരമായ മലയാളത്തിൽ എഴുതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും ഇന്ന് കൂടി വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ഇടയായതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ദൈവവചന പഠനത്തിനായിട്ട് എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 18. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. എഫേസ്യ ലേഖനം 5-ന്റെ 18ാമത്തെ വാക്യത്തിൽ എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിനും ദൈവം പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം. ഇവിടെ ആദ്യം ഇത് രണ്ടും വിശ്വാസികളോടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഈ വീഞ്ഞു കുടിച്ചു മത്തരാകുന്ന ഒരു ലോകവും മറുവശത്ത് ആത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുസഭയും, ഈ രണ്ട് ചിത്രവും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക് തരുന്നുണ്ട്. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആത്മനിറവ് എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ വളരെ ചുരുക്കമായിട്ട് ചിന്തിക്കുന്നത്. ആത്മനിറവ് എന്നുള്ളത് എനിക്ക് മനസ്സുണ്ടെങ്കിൽ, എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു ജീവിതം നയിക്കാം എന്നുള്ള ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ കമാൻഡ്, അതൊരു കൽപ്പനയാണ്. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ ബി ഇ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഇത് ഒരു കൽപ്പനയായിട്ടാണ്. അപ്പോൾ ഇവിടെ ആത്മാവ് അല്ലെങ്കിൽ ആത്മസ്നാനം, അഭിഷേകം, ആത്മാവിൻ്റെ അച്ചാരം, ആത്മാവിൻ്റെ മുദ്ര, ഈ കാര്യങ്ങളൊക്കെ ഈ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ഈ 5 അനുഗ്രഹങ്ങളും ഓരോ വിശ്വാസികൾക്കും ലഭിക്കുന്നുണ്ട്. ഇത് വളരെ വിശദമായിട്ടുള്ളൊരു പഠനമാണ്. ആഴ്ചകളിരുന്ന് പഠിച്ചാലേ ഇത് ബോധ്യമാകുള്ളൂ. ഞാനത് ഒറ്റ വാചകത്തിൽ അങ്ങ് പറഞ്ഞു വിടുകയാണ്. എന്നാൽ ആത്മനിറവിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടണം എന്നുള്ളത് ഇറ്റ് ഈസ് എ കമാൻഡ്, അതൊരു കൽപ്പനയാണ്. അതെല്ലാ വിശ്വാസികൾക്കും രക്ഷിക്കപ്പെട്ടവർക്കുമുള്ള ഒരു വ്യക്തമായിരിക്കുന്ന കൽപ്പനയാണ്. ഇവിടെ നമുക്ക് പഴയ നിയമത്തിൽ ഈ ആത്മനിറവിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 28-ന്റെ 3-ാമത്തെ വാക്യമാണ്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം നിങ്ങൾ പിന്നീട് വീട്ടിൽ പോയിട്ട് മുഴുവൻ ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് 3-ൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും മോശ പറയേണ്ട ഒരു കൽപ്പനയായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ ആത്മനിറവിനെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശനമാണ് ഈ പുറപ്പാട് 28-ന്റെ 3. ദൈവം ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളും. അവർ നേരത്തെ കഴിവുള്ളവരായിരുന്നു, കുറച്ചൊക്കെ ജ്ഞാനമുള്ളവരായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് വ്യത്യാസം വന്നിരിക്കുക. ഇപ്പോൾ അവർക്ക് വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, അവർക്ക് ഈ ലോകപരമായിട്ടുള്ളതായിരിക്കുന്ന കഴിവുകളോ ജ്ഞാനമോ ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. അതെന്താ? ദൈവം തൻ്റെ ജ്ഞാനാത്മാവ് കൊണ്ട് അവരെ നിറച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം അവരെ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചതെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയും ആ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, അഹരോന് വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ആ അധ്യായത്തിൽ ന്യായവിധി പതക്കം, അതുപോലെ തന്നെ അങ്കി, പട്ടം,
അതുപോലെ നടുക്കെട്ട്, തലപ്പാവ്, ഇതെല്ലാം ഉണ്ടാക്കണം. അത് ഇന്ന് നമ്മൾ കാണുന്ന പോലെ വെറും ഒരു കുപ്പായം ഉണ്ടാക്കുക എന്നുള്ളതല്ല, വളരെ ശ്രദ്ധയോടുകൂടി ദൈവം അതിന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാതെ കൃത്യമായിട്ടും ദൈവം കൊടുത്തിരിക്കുന്ന അളവിനും ആജ്ഞയ്ക്കും അനുസരിച്ചിട്ടാണ് അതെല്ലാം ചെയ്യേണ്ടത്. ഇത് ചെയ്യണമെങ്കിൽ സാധാരണ ഒരു ടൈലർക്ക് അത് ചെയ്യാൻ കഴിയുകയില്ല. ആത്മനിറവിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ഇനി ഒരു പൊത്തുവരുത്ത ജീവിതം മുൻപോട്ട് നയിക്കാനായിട്ട് ഇത് ധാരാളം മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. ആ ചിന്ത ഈ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ശരിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവികമായ ശുശ്രൂഷകൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് വളരെ ആവശ്യമാണ്. 28-ാം അധ്യായത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ വസ്ത്രം വളരെ ശ്രദ്ധയോടെ, കൃത്യതയോടെ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരു കാര്യം നമ്മെ ഏൽപ്പിക്കുമ്പോൾ, ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, ഒരു ശുശ്രൂഷ നമുക്ക് തരുമ്പോൾ ദൈവം ചെയ്യേണ്ട കാര്യവും ദൈവം ചെയ്യും. തൻ്റെ ആത്മാവിനാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വാസികൾക്ക് ആത്മാവിനാലുള്ള നിറവിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചെയ്തു വെച്ചിരിക്കുക. അപ്പോൾ ആ ആത്മനിറവ് നമ്മൾ ഏറ്റുവാങ്ങുക. അതെങ്ങനെയാണ് ആത്മനിറവ് ഏറ്റുവാങ്ങേണ്ടത്? അതൊക്കെ തിരുവെഴുത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, നമ്മളൊക്കെ പലരും പറയും ചെറിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിന് വലിയ ദൈവാത്മാവിൻ്റെ സഹായവും ആത്മാവിൻ്റെ കൃപയും ഒക്കെ ആവശ്യമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ലൂക്കോസ് സുവിശേഷം 1:15 നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ആത്മാവിനാൽ നിറയും എന്ന് പറയുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? എല്ലാവരോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവിന് വഴിയൊരുക്കാൻ വന്ന് കർത്താവിൻ്റെ വഴിയൊരുക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഗംഭീരമായ മാനസാന്തരത്തിൻ്റെ പ്രസംഗം, അതിനുശേഷം ഏറ്റവും ഒടുവിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ഉള്ള വളരെ ഗൗരവതരമായ വെല്ലുവിളി നേരിടുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ അമ്മയിൽ അവൻ ഉത്ഭൂതനായപ്പോൾ തന്നെ ആത്മാവിനാൽ നിറച്ചു. ദൈവത്തിൻ്റെ കാര്യപരിപാടിയാ, ദൈവത്തിൻ്റെ പദ്ധതിയാ, ദൈവത്തിൻ്റെ ഉദ്ദേശ സാക്ഷാത്കാരത്തിന് വേണ്ടി ഏത് രക്ഷിക്കപ്പെട്ട ദൈവവൈതലിനെയും ആത്മാവിൻ്റെ ശക്തിയിലും ആത്മാവിൻ്റെ നിറവിലും അവിടുന്ന് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി പഴയ നിയമത്തിൽ ആദ്യമായിട്ട് ആത്മനിറവിനെക്കുറിച്ച് ഈ പുറപ്പാട് പുസ്തകം 28-ൽ ശേഷം പഴയ നിയമത്തിൽ 5 ഭാഗങ്ങളിൽ ആത്മനിറവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ 4 തവണ പരാമർശനങ്ങളുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ 10 തവണയും ലേഖനങ്ങളിൽ 1 തവണയും, അതായത് നമ്മളിപ്പോൾ വായിച്ച എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ 20 പ്രാവശ്യമാണ് ആത്മനിറവിനെക്കുറിച്ച് തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഇതിൽ അപ്പസ്തോല പ്രവൃത്തി 2:4 വേറെ ഒരു ഭാഗത്തും അവരാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അത് ഞാൻ പറയാൻ പ്രത്യേക കാരണമുണ്ട്. ഇന്ന് ക്രൈസ്തവ ഗോളത്തിലൊരു പഠിപ്പീരുണ്ട്, ആത്മനിറവിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷയാണ്. ദാറ്റ് ഈസ് സ്ക്രിപ്ചറലി റോങ്. അത് വചനാനുസരണം തെറ്റായ ഒരു കാര്യമാണെന്ന് ഒറ്റ വാചകം പറഞ്ഞ് അത് വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. ഞാൻ ആ ഭാഗം വിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്താണ് ആത്മനിറവ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്പസമയം നമ്മൾ ചിന്തിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ ഇന്ന് ഈ ഭാഗം ചിന്തിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രേരണ നൽകിയിരിക്കുന്നത്. എന്താണ് ആത്മനിറവ്? വളരെ ലളിതമായി വിശദമായിട്ട് പഠിക്കേണ്ട തിരുവെഴുത്തുകളുടെ ഭാഗങ്ങളുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ എക്സജറ്റിക്കലായിട്ടുള്ളായിരിക്കുന്ന ഒരു അനാലിസിസിലേക്ക് പോകാൻ സമയമെടുക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. 1 കൊരിന്ത്യർ 3 ആദ്യത്തെ 3 വാക്യങ്ങൾ, 1 Corinthians chapter 3 verses 1-3. എന്താണ് ആത്മനിറവ്? അവിടെ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് അവരോട് പ്രസംഗിക്കുമ്പോൾ പൗലോസ് വളരെ ദുഃഖത്തോടുകൂടെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പാലാണ് നൽകിയത്, കട്ടിയായ ആഹാരം തരാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പ്രായമായിട്ടില്ല, പക്ഷേ നിങ്ങളിപ്പോഴും ശൈശവാവസ്ഥയിലാണ്. അതുകൊണ്ട് വളരെ പാലാണ്, കട്ടി കുറഞ്ഞ വെറും പ്രാഥമികമായ ആത്മീയ പാഠങ്ങളാണ് ഈ കൊരിന്ത് സഭയ്ക്ക് കൊടുക്കുവാനായിട്ട് പൗലോസിന് കഴിഞ്ഞത്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചിന്ത, ആത്മനിറവ് എന്ന് പറയുന്നത് ഇന്ന് ഈ പ്രത്യേക അവസ്ഥയിൽ പൗലോസ് ലീഹ ഈ കൊരിന്തിനോട് പ്രസംഗിക്കുമ്പോൾ കൊരിന്ത് സഭ കട്ടിയായ ആഹാരം കഴിക്കേണ്ട പ്രായത്തിലേക്ക് വളർന്നു വരേണ്ടവരായിരുന്നു. പക്ഷെ അവർക്കത് സാധിച്ചില്ല. അവരാ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നില്ല.
അപ്പോൾ എന്താണ് ആത്മനിറവ് എന്നുള്ളതിന് സിമ്പിളായിട്ട് നമുക്ക് ഈ വചനഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയാം. ശൈശവാവസ്ഥ മാറി കട്ടിയായ ആഹാരത്തിലേക്ക് ഒരു വിശ്വാസി പ്രവേശിക്കുന്നതാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നും ബൈബിൾ വായിച്ചാൽ ഒന്നും മനസ്സിലാകുന്നില്ല, എനിക്കിത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാൻ ബൈബിൾ വായന തന്നെ നിർത്തിയിരിക്കുകയാണ്, ബൈബിൾ പഠിക്കുന്നില്ല, പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല, ബൈബിൾ ക്ലാസ്സുകളിൽ ഞാൻ നോട്ടൊന്നും എഴുതി എടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല, അല്ലെങ്കിൽ എനിക്കിതെല്ലാം അറിയാം. ഇങ്ങനെയുള്ള പല ചിന്തകൾ നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ഈ ശൈശവാവസ്ഥ മാറി ആത്മീകമായിരിക്കുന്ന കട്ടിയായ ആഹാരത്തിലേക്ക് പ്രവേശിക്കുന്നത് ആത്മനിറവിൻ്റെ ലക്ഷണമാണ്. 2, ഗലാത്യ ലേഖനം 5:16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വളരെ ദീർഘമായ ഭാഗമായതുകൊണ്ട് വായിക്കുന്നില്ല. അവിടെ ജഡത്തിൻ്റെ പ്രവൃത്തികളും ആത്മാവിൻ്റെ ഫലങ്ങളും, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അതെന്തെല്ലാമാണ്? മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അസൂയാലുകളാകുക, അഹങ്കാരികളാകുക, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് താല്പര്യമില്ലാത്തവരായി തീരുക, ഇതൊക്കെയാണ് ജഡീകമായ പ്രവൃത്തികൾ. എന്നാൽ ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം, സഹിഷ്ണുത എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവിടെ വിശദമാക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം പറയാം. 16-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗലാത്യർ 5:16 ആത്മാവിനെ അനുസരിച്ച് നടന്നുകൊണ്ട് ജഡമോഹങ്ങളെ ജയിക്കുന്നതാണ് ആത്മനിറവ്. ആദ്യം നമ്മൾ ചിന്തിച്ചു ആത്മനിറവ് എന്ന് പറയുന്നത് ഈ വളരെ കട്ടി കുറഞ്ഞ അല്ലെങ്കിൽ ശൈശവാവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി കട്ടിയായ ആഹാരം കഴിക്കുന്നതാണ്. 2, ജഡമോഹങ്ങളെ ജയിച്ച് ജീവിക്കുന്നതാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. 3-ാമത് വേറൊരു വചനഭാഗം ഗലാത്യർ 5:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഗലാത്യർ 5:15 അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്ത് ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിക്കുക, സ്നേഹത്തിൽ അന്യോന്യം സേവിച്ച് സൂക്ഷിക്കുന്നതാണ് ആത്മാവിൻ്റെ നിറവ് എന്നുള്ളൊരു സൂചന അവിടെ ഉണ്ട്. അവിടെ പൗലോസ് പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്, അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്യുക. രക്ഷിക്കപ്പെട്ടവരോടാണ് ഇത് പറയുന്നത്, വേർപെട്ട ദൈവജനത്തോടാണ് ഇത് പറയുന്നത്. അവരുടെ ഒരു വലിയ ശുശ്രൂഷ ഇപ്പം എന്താ? അന്യോന്യം കടിക്കുക, അന്യോന്യം തിന്നുക, അന്യോന്യം നിരുത്സാഹപ്പെടുത്തുക. എന്നാൽ പൗലോസ് പറയുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്ത് ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോവുകയാണ്, അവൻ എൻകറേജ്ഡ് ആകുകയല്ല. അങ്ങനെ സംഭവിക്കാതെ സ്നേഹത്താൽ അന്യോന്യം സേവിച്ച് സൂക്ഷിക്കണം. അപ്പോൾ എന്താണ് ആത്മനിറവ്? ആത്മനിറവ് എന്ന് പറയുന്നത് അന്യോന്യം, അതായത് മറ്റുള്ളവർക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട്, ആത്മീയ എൻകറേജ്മെന്റ് കൊടുത്തുകൊണ്ട് ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിച്ച് എന്നെ തന്നെ സൂക്ഷിക്കുന്നതാണ് എന്ത്? ആത്മനിറവ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ആ വചനഭാഗത്ത് നമുക്കത് കാണാൻ കഴിയുന്നത്. 4, എന്താണ് ആത്മനിറവ്? എഫേസ്യ ലേഖനം 5:18 നമ്മളിപ്പോൾ വായിച്ചു. അവിടെ എഫേസ്യർ 5:18 വായിക്കുന്നുണ്ട്, തമ്മിൽ സംസാരിച്ച്, പിന്നെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടണം, എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യണം എന്നിങ്ങനെയൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആത്മനിറവ് എന്ന് പറഞ്ഞാൽ തമ്മിൽ സംസാരിക്കുന്നതും, അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. തമ്മിൽ എന്ത് സംസാരിക്കണം? വീട്ടുവർത്തമാനങ്ങൾ, ലോഹ്യം, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, ഇതിനെക്കുറിച്ചല്ല അവിടെ സൂചിപ്പിക്കുന്നത്. തമ്മിൽ സംസാരിക്കുക എന്നവിടെ പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും എന്ത് ചെയ്യണം? തമ്മിൽ സംസാരിക്കണം. അത് അന്യോന്യം പ്രോത്സാഹനം കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് കൊലോസ്യർ 3:16 ആവർത്തിച്ച് പൗലോസ് കൊലോസ്യ സഭയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടണം, അതുപോലെ എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യണം. അപ്പോൾ എന്താണ് ആത്മനിറവ് എന്നുള്ളതിൻ്റെ മറുപടി എഫേസ്യർ 5:18 അടിസ്ഥാനത്തിൽ നമുക്ക് ലളിതമായിട്ട് ഇങ്ങനെ പറയാം: തമ്മിൽ ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചും പ്രബോധിപ്പിച്ചും ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും എല്ലാറ്റിനും എല്ലാ സമയത്തും ദൈവത്തിന് താങ്ക് യു പറഞ്ഞുകൊണ്ടുള്ള ജീവിതമാണ് ആത്മനിറവിൻ്റെ ജീവിതം. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമായിട്ടിരിക്കുകയാണ്. അതായത് ഹൃദയങ്ങളിൽ കർത്താവിന് പാടുക, അത് സഭായോഗങ്ങൾക്ക് വരുമ്പോഴുള്ള സംഗതി അല്ല. ഹൃദയങ്ങളിൽ പാടുന്നത് നമ്മുടെ സാധാരണ ക്രിസ്ത്യ ജീവിതത്തിലുള്ളതാണ്. ഇവിടെ യോഗങ്ങളിൽ വരുമ്പോൾ
നമ്മൾ ദൈവസന്നിധിയിൽ മൗനമായിരിക്കാതെ ഞാൻ അവന് സ്തുതി പാടേണ്ടതിന് തന്നെ നീ എൻ്റെ കെട്ടുകളെ അഴിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് നമ്മൾ പരസ്യമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണോ? ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇസ്രായേലിന് ദൈവം കൽപ്പനകൾ കൊടുത്തു. ഒരു വർഷത്തിൽ നിങ്ങൾ ഇത്ര സമയം യെരുശലേമിൽ പെരുന്നാളുകൾക്ക് വരണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് യഹൂദൻ കൃത്യമായിട്ട് പാലിക്കുമായിരുന്നു. എത്ര ദൂരെ കിടക്കുന്ന യഹൂദനും ആ കൂടാരപ്പെരുന്നാളാണെങ്കിൽ അത് ആഘോഷിക്കാൻ അവർ യെരുശലേമിൽ വരും. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. 5, ആത്മനിറവ് എന്താണെന്ന് പഠിക്കാൻ എഫേസ്യർ 6:17 വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അവിടെ പറയുന്നു, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ കൈക്കൊള്ളണം. ഇവിടെ ഒരു പ്രത്യേക കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളവും ഒച്ചപ്പാടുകളും ലോകവ്യാപകമായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വാള് എന്ന് പറയുന്നത് എന്താ? പരിശുദ്ധാത്മാവിൻ്റെ വാള് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനം എടുക്കുകയും ദൈവവചനം ശരിയായിട്ട് വിഭജിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ആത്മാവിൻ്റെ ശരിയായ വ്യാപാരം. ആത്മാവ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ വാള് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഈ ദൈവവചനമാകുന്ന ആ ദൈവത്തിൻ്റെ വാള് കൈക്കൊള്ളുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് എന്ത്? ആത്മനിറവ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഈ ദൈവവചനത്തോട് ബന്ധപ്പെട്ട് ഞാനത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് തീർക്കാതെ, വിശ്വാസിയുടെ കടമ എന്ന് പറയുന്നത് വചനത്തിലൂടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തിയോളജിക്കൽ ഒരു പോയിന്റാണിത്. ഇന്ന് ക്രൈസ്തവ ഗോളം തെറ്റിപ്പോകുന്നതിൻ്റെ കാര്യം ഇതാണ്. ബൈബിൾ എന്ന് പറയുന്നത് 66 പുസ്തകങ്ങൾ ദൈവസഭയ്ക്ക് ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ റെവലേഷൻ പൂർണ്ണമായി രേഖപ്പെടുത്തി നൽകിയിരിക്കുന്നതാണ്. ദർ ഈസ് നോ റെവലേഷൻ ആഫ്റ്റർ ദി ബുക്ക് ഓഫ് റെവലേഷൻ. വെളിപ്പാട് പുസ്തകം നമുക്ക് രേഖയാക്കി തന്നതിന് ശേഷം യാതൊരു വെളിപ്പാടുകളും ദൈവസഭയ്ക്ക് ദൈവം കൊടുക്കുന്നില്ല. ദൈവസഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ആലോചന വേണോ, എന്തെല്ലാം ഉപദേശം വേണമോ, എന്തെല്ലാം പ്രബോധനങ്ങൾ വേണോ, മുന്നറിയിപ്പുകൾ വേണമോ, പ്രവചന പ്രബോധനങ്ങൾ വേണമോ, അത് മുഴുവനായിട്ടും എവിടെ കൊടുത്തിട്ടുണ്ട്? ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. 1 പത്രോസ് 2 ആദ്യത്തെ 3 വാക്യങ്ങൾ, 1 Peter chapter 2 verses 1-3, അവിടെ പാപങ്ങളെ നീക്കി കളഞ്ഞ് വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ വാഞ്ചിപ്പിൻ. നമ്മൾ ആദ്യം ഒരു ഭാഗം വായിച്ചു. കൊരിന്ത് വിശ്വാസികൾ ആ പാല് കുടിക്കാനുള്ള പ്രായമേ അവർക്കായിട്ടുള്ളൂ. കട്ടിയായ ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുക. അത് ദൈവജനത്തോട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അത് വചനമില്ലാത്ത മായമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. അത് വായിക്കാൻ, അത് പഠിക്കാൻ സമയമെടുക്കണം. രക്ഷിക്കപ്പെട്ടു വേർപെട്ട സഭകളിൽ ഇന്ന് അനേക വ്യക്തികൾക്കും ഡെയിലി ബൈബിൾ റീഡിംഗ് പോലും മുടക്കം വന്നിരിക്കുന്ന ഒരു ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പ്രായവ്യത്യാസമില്ലാതെ പലർക്കും ഇത് വരുന്നുണ്ട്. പല എക്സ്ക്യൂസസ് ആണ്. ഞാൻ വളരെ തിരക്കിലാണ്, എനിക്ക് വളരെ ബന്ധപ്പാടുകളുണ്ട്, എനിക്കതിന് സാധിച്ചില്ല എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഈ യാതൊരു എക്സ്ക്യൂസസും ഇതിന് പറയാനായിട്ട് നമുക്ക് ആവശ്യമില്ല, പറയരുത്. 1 കൊരിന്ത്യർ 3 അവരുടെ ശൈശവാവസ്ഥയെക്കുറിച്ച് പൗലോസ് പറയുന്നു. ഇവിടെ ശൈശവാവസ്ഥ, അതായത് പാല്, ദൈവവചനമാകുന്ന പാല് കുടിക്കുവാനുള്ള കൽപ്പനയാണ് നൽകിയിരിക്കുന്നത്. ആത്മാവിൻ്റെ വാളായ വചനം എങ്ങനെയാണ്, എപ്രകാരമാണ് എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കേണ്ടത്? അതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് ചില വാക്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. 1 കൊലോസ്യർ 3:16, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഡ്വെൽ ഇൻ യു റിച്ച്ലി ഇൻ ഓൾ വിസ്ഡം. വേറൊരു ട്രാൻസ്ലേഷനിൽ ലെറ്റ് ക്രൈസ്റ്റ് ടീച്ചിങ് ലീവ് ഇൻ യുവർ ഹാർട്ട്സ് മേക്കിംഗ് യു റിച്ച് ഇൻ ദ ട്രൂ വിസ്ഡം. ഞാൻ വേറൊരു ട്രാൻസ്ലേഷൻ നോക്കിയപ്പോൾ അവിടെ ലെറ്റ് ക്രൈസ്റ്റ് വേർഡ്സ് എൻറിച്ച് യുവർ ലൈഫ്സ് ആൻഡ് മേക്ക് യു വൈസ്. എൻറിച്ച് യുവർ ലൈഫ് ആൻഡ് മേക്ക് യു വൈസ്. നമ്മുടെ സഭകളിലുള്ള കുട്ടികൾക്കെല്ലാം നല്ല വിജയങ്ങൾ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് ലോകപരമായിട്ടുള്ള പഠനത്തിൽ ലഭിക്കുന്ന വിജയമാണ്. അതിൽ അവരെ അഭിനന്ദനം ഏറ്റവും അർഹിക്കുന്നു. അവരെ ഓർത്ത് തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഒപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത്
ദ വേർഡ്സ് ഓഫ് ക്രൈസ്റ്റ്, അതിനാൽ ജീവിതം എൻറിച്ചാകുന്ന ഒരു കാര്യപരിപാടിയുണ്ട്. അതിൽ വളർന്നു വരുന്ന തലമുറ താല്പര്യമുള്ളവരായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നതാണ്, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ എന്നിൽ നിങ്ങളിൽ നമ്മിൽ വസിക്കട്ടെ. വേറൊരു കാര്യം, ഈ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാളാണല്ലോ ദൈവത്തിൻ്റെ വചനം. ഇതെങ്ങനെയാണ് ക്രിയ ചെയ്യേണ്ടത് അത് സൂചിപ്പിക്കുന്ന ഒന്നിരുടെ ഭാഗങ്ങൾ ഉണ്ട്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലുള്ള വാളാണ്. ഇത് ഈ കേൾവിക്കാർക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്നാണ് എൻ്റെ ധാരണ. എന്നാൽ ഈ പ്രസംഗിക്കുന്ന ആൾക്കോ, ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഇരുവായത്തിലുള്ള വാളാണ്. അതുകൊണ്ട് ഇത് രണ്ടു കൂട്ടരെയും, അതായത് ഈ പ്രീച്ചറിനെയും ഹിയറേഴ്സിനെയും, രണ്ടു കൂട്ടരെയും, പ്രസംഗിയെയും പ്രസംഗം കേൾക്കുന്നവരെയും സ്വാധീനിക്കും, രൂപാന്തരപ്പെടുത്തും, അവരെ തീർച്ചയായിട്ടും വെല്ലുവിളിക്കും. അത് ദൈവവചനത്തിൻ്റെ ഒരു അങ്ങനെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. 2, ഇത് ജീവനുള്ളതാണ്. എബ്രായ ലേഖനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഇരുവായത്തിലുള്ള വാളാണ്, അത് ജീവനുള്ളതാണെന്ന് പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 119:25 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വചനപ്രകാരം ദൈവമേ അങ്ങയുടെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയാണ്. 119 സങ്കീർത്തനം ദൈവവചനത്തിൻ്റെ ഏറ്റവും ബൈബിളിൽ ഒരിടത്തും കൊടുത്തിട്ടില്ലാത്ത മനോഹരവും സ്വാധീനിക്കേണ്ടതുമായിരിക്കുന്ന ഒരു പാട്ടാണ്. ദൈവവചനത്തെക്കുറിച്ച് മാത്രം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനേക ആഴ്ചകളിരുന്ന് പഠിക്കുവാൻ ആവശ്യമുള്ള ഒരു ഭാഗമായിട്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നെ ജീവിപ്പിക്കണമേ. 119 സങ്കീർത്തനത്തിൻ്റെ 50 സങ്കീർത്തനക്കാരൻ വീണ്ടും പറയാണ്, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ നിലനിർത്തേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യിരെമ്യാവ് 15:16 യിരെമ്യാവിൻ്റെ സാക്ഷ്യം കേൾക്കുക, ദൈവമേ ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. യിരെമ്യാവിൻ്റെ സാക്ഷ്യമാണ്, ദൈവമേ അങ്ങയുടെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അത് പേഴ്സണൽ ഡ്യൂട്ടിയാണ്. സഭായോഗങ്ങൾക്ക് പോകുന്നതും ബൈബിൾ ക്ലാസ്സിന് പോകുന്നതും എല്ലാം നല്ലതാണ്. എല്ലാം എപ്പോഴും ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നത് മാത്രം കേട്ടും മാത്രം സ്വീകരിച്ചും ജീവിക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ തന്നെ വ്യക്തിപരമായി ദൈവവചനം പഠിക്കുവാൻ തയ്യാറാകണം. നമ്മൾ തന്നെ അതിൻ്റെ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കണം, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചു. എന്നിട്ട് യിരെമ്യാവ് പറയുകയാണ് 15:14, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും, അതിൻ്റെ ഇഫക്റ്റാണ്, എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. ക്രിസ്ത്യ ജീവിതത്തിലെ ആനന്ദവും സന്തോഷവും ദൈവവചനത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു, അവനത് തുറന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ. 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ദുഃഖത്തിൻ്റെ വേളകളിൽ പൗലോസ് പറയുകയാണ്, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ആശ്വസിക്കുവാൻ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ആത്മനിറവ് എന്താണെന്നുള്ളത് ഈ വചനഭാഗങ്ങളിൽ നിന്നും ഷോർട്ടായിട്ട് നമ്മൾ ചിന്തിച്ചു. ആത്മനിറവ് എന്തല്ല എന്നും കൂടെ ഞാൻ ഷോർട്ടായിട്ടൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ആത്മനിറവ് എന്തല്ല? 1, കൃപാവരങ്ങളുടെ പ്രകടനം ഒരിക്കലും ആത്മനിറവിൻ്റെ ലക്ഷണമാകണമെന്നില്ല. എന്താണ് തെളിവ്? കൊരിന്ത് സഭയിൽ വളരെ കൃപാവരങ്ങളുള്ള എന്തുമാത്രം വ്യക്തികളുണ്ടായിരുന്നു. പൗലോസ് അവരുടെ കൃപാവരങ്ങൾ അഹങ്കാരത്തോടുകൂടെ ദുർവിനിയോഗം ചെയ്തു. അതുകൊണ്ട് പൗലോസ് അവരെ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആ ലേഖനങ്ങളിൽ പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. രക്ഷിക്കപ്പെടാത്തവർ പോലും ഇങ്ങനെയുള്ള വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കും. മത്തായി സുവിശേഷം 7:22-23 ഒരു കൂട്ടം ആൾക്കാർ ന്യായ ദിവസത്തിൽ കർത്താവിനോട് പറയുന്ന, അയ്യോ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ? കർത്താവ് അവരോട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അവർ രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു, എന്നാൽ ഇവർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ വലിയ കൃപാവരങ്ങളുടെ പ്രകടനം എന്ന വേളയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. കർത്താവ് അവരുടെ മേൽ ന്യായവിധി അയക്കും. അന്ത്യയുഗത്തിൻ്റെ ഒരു വലിയ ലക്ഷണമായിട്ട് അതിരിക്കുന്നു. അപ്പോൾ കൃപാവരങ്ങളുടെ പ്രകടനം ഒരിക്കലും ഒരു ആത്മനിറവിൻ്റെ ലക്ഷണമാകണമെന്ന് ഇല്ല. 2, ആത്മനിറവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ അധികം പ്രാപിക്കുക എന്ന ആശയത്തിലല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആയതിനാൽ അധികമായോ കുറഞ്ഞോ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കത്തില്ല. ഇത് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ അത് ഞാൻ അല്പം വിശദീകരിക്കാം.
എന്നാൽ മൂന്നാമതൊരു കാര്യം കൂടെ, എന്തല്ല ആത്മനിറവ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടെ പറയാം. ഈ ബിലെയാം കഴുതയെ അടിച്ചതായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് എടുത്തിട്ട് ഇന്ന് പലരും ഭയങ്കരമായിട്ട് പഠിപ്പിക്കുന്നൊരു പഠിപ്പീരുണ്ട്. ഒന്നാമത്തെ അടി ആത്മരക്ഷ, രണ്ടാമത്തെ അടി സ്നാനം, മൂന്നാമത്തെ അടി ആത്മപ്രാപണം അല്ലെങ്കിൽ അഭിഷേകം, ആത്മനിറവ്. ഇതൊന്നും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളല്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഇതൊന്നും ആത്മനിറവിൻ്റെ ലക്ഷണങ്ങളും അല്ല. അടുത്തത്, ആത്മാവിനെ ഇരട്ടി പ്രാപിക്കുക എന്നാൽ എന്താണ് അർത്ഥം? പുതിയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പല ഭാഗങ്ങളുണ്ട്. പഴയ നിയമത്തിൽ 2 രാജാക്കന്മാർ 2:9 2 രാജാക്കന്മാർ 2:9 ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എന്നൊരു പ്രയോഗം നിങ്ങൾക്ക് കാണാം. ലൂക്കോസ് 11:13 അവിടെ ആത്മാവിനെ എത്ര അധികം നൽകും എന്ന പ്രയോഗമുണ്ട്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 3:34 അവിടുത്തെ പ്രയോഗം ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അപ്പം ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു മോഡേൺ മൂവ്മെന്റിൽപ്പെട്ട ആൾ അല്ലെങ്കിൽ കരിസ്മാറ്റിക് മൂവ്മെന്റിൽപ്പെട്ട ആൾ, കുറഞ്ഞപക്ഷം ഒരു കത്തോലിക്ക ധ്യാനഗുരു വന്ന് നിങ്ങളോട് ചോദിച്ചാൽ, നമ്മളോട് ചോദിച്ചാൽ, ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്, ആത്മാവിനെ എത്ര അധികമായിട്ട് നൽകും, ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. നിങ്ങളങ്ങനെ അളവ് കൂടാതെ പ്രാപിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആകപ്പാടെ കൺഫ്യൂഷനാകും. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട 1-2 കാര്യങ്ങൾ വളരെ വിശദീകരിച്ച് പഠിക്കേണ്ടതാണെങ്കിലും 2 രാജാക്കന്മാർ 2:9 ഏലീശ ഏലിയാവിനോട് നടത്തിയ ഒരപേക്ഷയാണ്, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരട്ടെ, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരട്ടെ. ഇതിൻ്റെ അർത്ഥം മൂലഭാഷയിൽ ഇത് തർജ്ജമ ചെയ്തിരിക്കുന്നത് ആത്മാവിൻ്റെ വരം ഇരട്ടിയായി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മലയാള ട്രാൻസ്ലേഷൻ അല്പം വ്യക്തത കുറവുണ്ട്. ആത്മാവിൻ്റെ വരം എൻ്റെ മേൽ വരട്ടെ, ആത്മാവിൻ്റെ വരം, ആത്മാവിൻ്റെ വരങ്ങൾ. അപ്പോൾ ആത്മാവിനെ ഇരട്ടിയായി തരണം എന്നല്ല അവിടെ ഏലീശ ഏലിയാവിനോട് ചോദിച്ചിരിക്കുന്നത്. ഇനി ആത്മാവിനെ ഇരട്ടിയായി പ്രാപിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. കാരണം ആത്മാവ് ഒരു വ്യക്തിയാണ്. രക്ഷിക്കപ്പെട്ട സമയത്ത് ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനം അനുസരിച്ച് റോമാലേഖനം 8 അടിസ്ഥാനത്തിൽ ആത്മരക്ഷ ദൈവത്തിൻ്റെ ദാനം, ആത്മാവെന്ന ആദ്യദാനം രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു വലിയ സഭയിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആത്മരക്ഷ ദാനമാണ്, പരിശുദ്ധാത്മാവ് ദാനമാണെന്ന് പുതിയ നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്യം, അനേക സമയം കഴിഞ്ഞിട്ട് ഒരു വാക്യം പോലും പറയാനായിട്ട് ആൾക്കാർക്ക് സാധിക്കുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, റോമാലേഖനം 8-ാം അധ്യായത്തിലെ ആ വാക്യമെങ്കിലും നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിരിക്കണം. ആത്മാവെന്ന ആദ്യദാനം. അപ്പോൾ അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ കുറേശ്ശെ ആയിട്ടൊന്നും പ്രാപിക്കാൻ നമുക്ക് കഴിയില്ല. അതൊക്കെ ഭാഷയിലുള്ള പ്രയോഗമാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയുള്ള അതിൻ്റെ അർത്ഥം. അതായത് എലീശ ഏലിയാവിനോട് പറയാണ്, അങ്ങയുടെ ആത്മാവിനെ ഇരട്ടി പങ്ക് എനിക്ക് തരണം എന്നവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം, കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധാത്മാവ് ഏലിയാവിൽ കൂടെ പ്രവർത്തിച്ചതിൻ്റെ ഇരട്ടിയായി പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ളതായിരിക്കുന്ന ഒരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ള ഒരപേക്ഷയാണ് അവിടെ ഏലീശ കഴിക്കുന്നത്. അപ്പോൾ ആ ശക്തിയെയാണ്, ആ ഏലിയാവിൽ കൂടെ പ്രവർത്തിച്ചതായ ആത്മാവിൻ്റെ ആ പ്രവർത്തനത്തെക്കാൾ കൂടിയ പ്രവർത്തനം. അത് നമുക്കും പുതിയ നിയമ വിശ്വാസികൾക്കും അത് സാധിക്കും. നമ്മൾ പറയും, ഇന്നാർ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? നമുക്ക് ലഭിച്ച അതേ രക്ഷയാണ്, അതേ ആത്മാവാണ്, അതേ ആത്മാവിൻ്റെ വരങ്ങളാണ്, അതേ ആത്മാവിൻ്റെ ശക്തിയാണ് നമ്മളെ മേലും ആവസിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു കളയരുത്. ഇവിടെ ഇത് എലീശായ്ക്ക് കഴിഞ്ഞോ? ഏലീശായ്ക്ക് കഴിഞ്ഞു. എന്താണ് തെളിവുണ്ട്. പഴയ നിയമത്തിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. ഏലിയാവ് 8 അത്ഭുതങ്ങൾ ചെയ്തു. ഏലീശ എത്ര അത്ഭുതങ്ങൾ ചെയ്തു? 16 അത്ഭുതങ്ങൾ. 8ന്റെ ഇരട്ടി 16 അത്ഭുതങ്ങളാണ് ഏലീശ ചെയ്തത്. അപ്പോൾ ഏലീശയുടെ ആഗ്രഹം, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എന്ന് പറഞ്ഞാൽ ഏലിയാവ് ചെയ്തതിനേക്കാൾ വലിയ പ്രവർത്തനങ്ങൾ ഏലീശയ്ക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു.
അടുത്തത് ലൂക്കോസ് 11:13 വിവരണമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. അതിൻ്റെയും യഥാർത്ഥ പരിഭാഷ, അതായത് ഒറിജിനൽ ലാംഗ്വേജിൽ അത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിനെ ലഭിക്കും എന്നേ ഉള്ളൂ. ഒറിജിനൽ ലാംഗ്വേജിൽ, ഗ്രീക്ക് ലാംഗ്വേജിൽ ആ പരിശുദ്ധാത്മാവിനെ എത്ര അധികം എന്നുള്ളതിന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നേ ഉള്ളൂ. ഇതേ ഭാഗം തന്നെ മത്തായി 7:11 പറഞ്ഞിരിക്കുന്നത് അവിടെ നന്മ ലഭിക്കും എന്ന ഒരു പ്രയോഗമാണ് അവിടെ കാണുന്നത്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നല്ല, യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികമായിട്ട് കൊടുക്കും എന്നാണ് മത്തായി സുവിശേഷം 7:11 നമ്മൾ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:34 അവിടെ ദൈവം ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അതെന്താ അതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ പ്രയോഗവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തെയും ശക്തിയെയുമാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നിൽ ദൈവം വസിക്കുമാറാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ശക്തിയും അളവ് കൂടാതെ എൻ്റെ ചിന്തയ്ക്ക് അതീതമായിട്ട് എനിക്ക് എന്താണ് അവൈലബിളാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1 പൗലോസ് എഫെസോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന: വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. ആ അളവറ്റ വലിപ്പം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലിപ്പമാണ്, ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവാത്മാവിന്റെ ശക്തിയാണ്. ബിയോണ്ട് മെഷർ, ഇമ്മെഷറബിൾ പവർ ഫ്രം ദി ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ് ഈസ് അവൈലബിൾ ഫോർ ഈച്ച് ആൻഡ് എവരി ബോൺ അഗെയിൻ ബിലീവർ. അത് നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതാണ്, നമ്മെ ശക്തിപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ആത്മാവ് പൂർണ്ണമായിട്ടാണ് ഒരാളിൽ വരുന്നത്. ആത്മാവിൻ്റെ പ്രവർത്തനം, ആത്മാവിൻ്റെ ദിവ്യമായ നടത്തിപ്പ്, ശക്തി എനിക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സമർപ്പണം, ഒരു ഏൽപ്പിച്ചു കൊടുക്കൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. അപ്പോൾ ആത്മാവിന് നാം തന്നെ എത്രത്തോളം ഏൽപ്പിച്ചു കൊടുക്കുമോ അത്രത്തോളം ആത്മാവ് നമ്മെ അധികമായി ഉപയോഗിക്കും എന്നാണ് ഇതിൻ്റെ വളരെ ലളിതമായിരിക്കുന്ന ആശയം. അളവ് കൂടാതെ, പരിധി കൂടാതെ ആത്മാവ് നമ്മെ ഉപയോഗിക്കുവാനും വിജയ ജീവിതം നയിക്കുവാനായിട്ടും ഇങ്ങനെയുള്ളൊരു ജീവിതത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഏറ്റവും ആവശ്യം. സഭകൾ ഉണരണമോ, പ്രാർത്ഥനാ യോഗങ്ങൾ ഉണരണമോ, നമ്മുടെ യോഗങ്ങളിൽ ഉണർവുണ്ടാകണമോ, ഈ ഒരു കാര്യം മാത്രമാണ് അതിൻ്റെ പരിഹാരം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ കൺട്രോൾഡ് ആകാനായിട്ട് നമ്മെ വിട്ടുകൊടുക്കുക. റോമാലേഖനം 8:13 നാം വായിക്കുന്നു: ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അത് വിജയകരമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. പല കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ അതെല്ലാം പറയാനായിട്ട് ഇപ്പോൾ സമയമെടുക്കുന്നില്ല. ഏലീശായുടെ ആ പ്രാർത്ഥന നമ്മൾ ചിന്തിച്ചു: അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് നൽകണമേ. ഇപ്പം ഈ ഏലീശായുടെ സ്നേഹവും പിരിയാത്ത സഹകരണവും മൂലമാണ് എന്ന് ഏലിയാവിന് മനസ്സിലായി. ഏതായാലും ഏലിയാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? 2 രാജാക്കന്മാർ 2:9 നമുക്ക് ആ ഭാഗം കാണാൻ കഴിയും. ഏലീശ പണം ചോദിച്ചില്ല, പേരും പ്രശസ്തിയും ഒന്നും ചോദിച്ചില്ല. അന്നാണെങ്കിൽ ഈ പ്രവാചക ശുശ്രൂഷയ്ക്ക് ഭയങ്കര ഭീഷണിയാണ്, ഭയങ്കര ഒറ്റപ്പെടുത്തലുകളാണ്, ഭയങ്കര ഊരുവിലക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ ശത്രുക്കളിൽ നിന്നുള്ളായിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഇതൊന്നും ഏലീശ ചോദിച്ചില്ല. ഏലീശ ഒരു കാര്യമേ ചോദിച്ചില്ല. എന്താ ചോദിച്ചത്? അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് മതി. അങ്ങയുടെ ആത്മാവിൻ്റെ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ അങ്ങ് അനേക പ്രവർത്തനങ്ങൾ ചെയ്തതുപോലെ എനിക്കും ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതനായി നിയന്ത്രിതനായി പ്രവർത്തന നിരതനാകണം എന്നുള്ളതാണ് ഏലീശ ആഗ്രഹിച്ചത്. അപ്പോൾ പ്രശ്നരഹിതമായ ഒരു ജീവിതമൊന്നും ചോദിച്ചില്ല. എന്നാൽ ദൈവവേലയ്ക്ക് യോഗ്യതയും തൻ്റെ വരുന്ന ഏലിയാവ് കടന്നുപോയി. ഇനി ഏലീശ അവശേഷിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യാനുള്ള ശക്തിയാണ്, ആത്മാവിൻ്റെ നിയന്ത്രണമാണ് ആഗ്രഹിച്ചത്. അത് അവന് ലഭിക്കുകയും ചെയ്തു. നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽവരുമാറാകട്ടെ. ഉടനെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ഏലിയാവ് പറയുന്നുണ്ട്, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. നീ ചോദിച്ച കാര്യമുണ്ടല്ലോ, ഇത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ആർക്കാ പ്രയാസം? ദൈവത്തിന് പ്രയാസമുള്ള കാര്യമാണെന്നല്ല. ഇത് ഏലീശയെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹീതമായ, ഈ ഉത്കൃഷ്ടമായിരിക്കുന്ന ഈ ഒരു കാര്യം
ആഗ്രഹിക്കാവുന്ന ഒരു കാര്യമല്ല. ഏലിയാവ് ദൈവത്തിന്റെ വലിയ പ്രവാചകൻ, വലിയ കാര്യങ്ങൾ ചെയ്തയാളാണ്. അതിനേക്കാൾ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് എലീശയെ നിന്നെ സംബന്ധിച്ച് നീ അതിന് യോഗ്യനല്ല. പുതിയ നിയമ സഭയിലുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മൾ തീർത്തും അയോഗ്യരാണ്. വി ആർ ടോട്ടലി അൺവർതി പീപ്പിൾ ഫോർ ഓൾ ദീസ് പ്രിവിലേജസ്, ഫോർ ഓൾ ദീസ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞതുപോലെ അവൻ അതിന് അയോഗ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഏലീശായിക്ക് പ്രതീക്ഷിക്കാവുന്നതിലും മഹത്തരമായൊരു കാര്യമാണ് എലീശ ചോദിച്ചത്. അതുകൊണ്ടാണ് അത് പ്രയാസമുള്ള കാര്യമാകുന്നു എന്ന് പറഞ്ഞത്. എന്നാലും 2 രാജാക്കന്മാർ 2:10 വാക്യത്തിന്റെ ഏറ്റവും ഒടുവിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. ഒരു അടയാളം കൊടുത്തു. അവനതിന് സാക്ഷ്യം വഹിച്ചു. അഗ്നി രഥങ്ങളുടെ മധ്യത്തിൽ ദൈവം ചുഴലിക്കാറ്റിൽ ഏലിയാവിനെ എടുത്തുകൊണ്ട് പോകുന്നത് എലീശ നോക്കിക്കണ്ടു. ഏലീശായിക്ക് ആഗ്രഹിച്ചതുപോലെ ആത്മാവിന്റെ വലിയ ഒരു പ്രവർത്തനത്തിന്റെ വേദി, അവസരം, അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഇതേ സംഭവം തന്നെ അപ്പോസ്തലപ്രവൃത്തികൾ 1:8 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 ഏകദേശം ഒരു 3.5 വർഷക്കാലം തന്റെ പരശുശൂഷാക്കാലത്ത് കൂടെ കൊണ്ടുവന്നായിരിക്കുന്ന ശിഷ്യന്മാരെ എല്ലാം അവരോടെല്ലാം വിട പറയുക, യാത്ര പറയുക കർത്താവ്. അവർ നോക്കി നിൽക്കുമ്പോൾ മേഘം വന്ന് കർത്താവിനെ മൂടി, സ്വർഗാരോഹണം. അവരതിന് സാക്ഷ്യം വഹിച്ചു. എന്നിട്ട് അവര് യെരുശലേമിലേക്ക് തിരിച്ചു വന്നു. പെന്തിക്കോസ് നാളിൽ ആത്മാവ് ചരിത്രത്തിൽ ആദ്യമായി ദൈവസഭയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നു. ദൈവസഭയുടെ ആരംഭം അവിടെ കുറിച്ചു. അപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ ഒരു ഏകദേശ ഒരു മാതൃകയാണ് നമുക്ക് അവിടെയും കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ അവരെ തമ്മിൽ വേർതിരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 2:11 അഗ്നിരഥവും അഗ്നശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഏലിയാവിന്റെ ഈ അത്ഭുത എടുക്കപ്പെടലിന്റെ കാഴ്ച എലീശയെ ഉത്തേജിപ്പിച്ചു, ഉത്സാഹിപ്പിച്ചു, വെല്ലുവിളിച്ചു. കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത് ശിഷ്യന്മാർ കണ്ടപ്പോൾ അവർക്കത് വലിയ പ്രോത്സാഹനമായിരുന്നു. അവർക്ക് ഭയമുണ്ടായിരുന്നു, അവർ പേടിച്ചു. പിന്നെ മുറികളിൽ പോയി വാതിലടച്ചിരുന്നു. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ യെരുശലേമിൽ പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. അന്ന് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് റേഡിയോ, ടെലിവിഷൻ, മോഡേൺ മീഡിയ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ശത്രുക്കൾ സാക്ഷ്യം പറഞ്ഞു, നിങ്ങൾ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടവരാണ്. ഇന്ന് ഈ മോഡേൺ മീഡിയ ഉള്ള ഈ ആധുനിക സയൻസ് യുഗത്തിൽ ലോകം മുഴുവനും ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സുവിശേഷം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. 2 രാജാക്കന്മാർ 2:11 നമ്മൾ വായിക്കുന്നു, ഏലിയാവിനെയും എലീശയെയും തമ്മിൽ വേർതിരിച്ചു. എത്ര ബെസ്റ്റ് സെയിൻസ് ആണെങ്കിലും, എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും, എത്ര ബെസ്റ്റ് പേരൻസ് ആണെങ്കിലും, ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും എന്തുണ്ട്, തമ്മിൽ വേർപെടുന്ന ഒരു സന്ദർഭം വരും. കർത്താവ് അവരെ വിളിക്കും, ദൈവസന്നിധിയിലേക്ക് വിളിക്കും. 2 രാജാക്കന്മാർ 2:2 എലീശ പറഞ്ഞുകൊണ്ടിരുന്നൊരു വാചകമുണ്ട്, ഞാൻ നിന്നെ വിടുകയില്ല. അത് എലീശായുടെ ആഗ്രഹമാണ്, നല്ല ആഗ്രഹമാണ്. ഞാൻ നിന്നെ വിട്ടു തരികയില്ല, വിട്ടു കൊടുക്കുകയില്ല. ഏലിയാവ് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോ, ഞാൻ പോവുക. 2 പ്രാവശ്യം പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ വിടുകയില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ വേർപാടിന്റെ ഒരു അനുഭവം ഉണ്ടായി. ഒരിക്കൽ യേശു പറഞ്ഞു, യോഹന്നാൻ 16:32, പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. കർത്താവിന്റെ ഒരു വലിയ ആശ്വാസത്തിന്റെ വാക്കാണ്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ക്രൂശിലെ ആ നിലവിളി, പിതാവേ നീ എന്നെ കൈവിട്ടത് എന്ത്? അപ്പോൾ ഇത് കർത്താവായ യേശുക്രിസ്തുവിന് പോലും അനുഭവിക്കേണ്ടി വന്ന ഒരനുഭവമാണ്. അങ്ങനെ കൈവിട്ടു. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഈ ലോക ജീവിത യാത്രയിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും, നമ്മളെ ദൈവജനം പറഞ്ഞ് നമ്മൾ നടത്തിയ ദൈവത്തിന്റെ ഭക്തന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ യവനികയ്ക്കുള്ളിൽ നിത്യതയിലേക്ക് മാറ്റപ്പെടുമ്പോൾ നമ്മൾ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. അവര് ചെയ്ത പ്രവർത്തനത്തെക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വെല്ലുവിളി ദൈവസഭയ്ക്കുണ്ട്, എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ആ കർത്താവ് കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ള വാഗ്ദത്വം ഉണ്ട്. എലൈജ വാസ് ഗോൺ, വൺ ഇറ ഹാഡ് എൻഡഡ്, അനദർ ഹാഡ് ബിഗൺ. ഒരു യുഗം അവസാനിച്ചു ഏലിയാവിനോടുകൂടെ, വേറൊരു യുഗം ആരംഭിക്കുക. നമ്മുടെ ഭക്തന്മാർ, നമ്മുടെ സഭയിലെ നമുക്ക് അനുഗ്രഹീതരായിരിക്കുന്ന വഴികാട്ടികളായിരുന്നവർ വേർപിരിയുമ്പോൾ
അവരുടേതായ ഒരു യുഗം തീരുകയും നമ്മുടെ ഉത്തരവാദിത്വം കർത്താവ് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. നമ്മൾ നിന്ന് അതിനു വേണ്ടി അധ്വാനിക്കേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. 2 രാജാക്കന്മാർ 2:23-24 ആത്മാവിന്റെ ഇരട്ടി പങ്ക്, ജയജീവിതം, ആത്മനിറവിന്റെ ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം എന്ത് എൻജോയിങ് ആണ് എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കൊന്നും വേണ്ട. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. 2 രാജാക്കന്മാർ 2:23-24 ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കും മേടിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്ക് പോവുക. ഏലീശ പോകുന്ന വഴി ഇതാ കുറെ ചെറുപ്പക്കാര് പിള്ളേര് വന്നിട്ട് എടാ മൊട്ടത്തലയാ എന്നും പറഞ്ഞ് ഏലീശയെ കളിയാക്കുക, മറ്റുള്ളവരെ അവഗണിക്കുകയാണ്. ഒരിക്കലും ഈ പിള്ളേരെ അവഗണിക്കേണ്ട ഒരാളല്ല, ദൈവത്തിന്റെ പ്രവാചകനാണ്. പക്ഷേ അവഗണന നേരിട്ടതായിരിക്കുന്ന എലീശ, അവരുടെ വെല്ലുവിളികൾ നേരിട്ടതായിരിക്കുന്ന എലീശ, നമുക്കറിയാം. അന്നേരം തന്നെ എലീശ ദൈവത്തോട് യാചിച്ചു. അവർക്കെതിരെ ന്യായവിധി വന്നു. അവിടെ എത്രയോ കുഞ്ഞുങ്ങളാണ് മരണപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഒരു 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 പ്രത്യേകമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. 1 ദിനവൃത്താന്തം 16:22 പുതിയ നിയമവിശ്വാസികൾക്കൊരു മുന്നറിയിപ്പാണ്. എന്താണ് 1 ദിനവൃത്താന്തം 16:22 പറഞ്ഞിരിക്കുന്നത്? എൻ്റെ അഭിഷക്തന്മാരെ എന്ത് ചെയ്യരുത്? തുടരുത്. പുതിയ നിയമത്തിൽ ആരാണ് അഭിഷേകമുള്ളവര്? പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ അഭിഷേകം പ്രാപിച്ചവരും അല്ലാത്തവരും പറഞ്ഞ് 2 കൂട്ടരില്ല. എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരാണ്. ഇഫ് യു ആർ എ ബോൺ അഗെയിൻ ബിലീവർ, നിങ്ങൾക്ക് അഭിഷേകം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അഭിഷക്തന്മാരെ തുടരരുത്. അവർക്ക് എൻ്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യുകയും അരുത്. പുതിയ നിയമവിശ്വാസികളായ നമുക്കിതൊരു വലിയ മുന്നറിയിപ്പാണ്. എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും, സഭയിലെ എല്ലാ അംഗങ്ങളും ആരാ? ദൈവത്തിന്റെ അഭിഷക്തരാണ്, ദൈവം തെരഞ്ഞെടുത്തവരാണ്, ദൈവം ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ തൊടാൻ, അവരെ ഒറ്റപ്പെടുത്താൻ, അവരെ നിന്ദിക്കാൻ, അവരെ കുറിച്ച് വ്യാജം പറയാൻ ഒരിക്കലും മെനക്കെട്ടേക്കരുത്, സമയമെടുത്തേക്കരുത്. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. തുടരുത്. എബ്രായർ 6:10 വിശുദ്ധന്മാരെ, അഭിഷക്തരെ ശുശ്രൂഷിക്കുക. അതാണ് ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം. ദൈവം ആ സ്നേഹം മറക്കില്ല. എബ്രായർ 10:30 പ്രതികാരം എനിക്കുള്ളത് ഞാൻ. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് നമുക്ക് കൽപ്പന തന്നിരിക്കുന്നത്. എന്നാൽ അതേസമയം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഈ ആത്മനിറവിനെ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. ആത്മനിറവിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. പണ്ടൊരാള് ഒരു വീട് വിൽക്കാൻ തീരുമാനിച്ചു. ആ വീട് വിൽക്കാൻ അഡ്വർടൈസ്മെന്റ് ചെയ്തു. ഒത്തിരി പേര് വീട് മേടിക്കാൻ ചെന്നു. അപ്പോൾ വീട് മേടിക്കാൻ ചെന്നവരോടൊക്കെ ഒരു വ്യവസ്ഥ പറഞ്ഞു. വീടിൻ്റെ മോന്താഴത്തിൽ ആ ഉത്തരത്തിൽ ഒരാണി അടിച്ചിട്ടുണ്ട്, ആ ആണി വിൽക്കുകയില്ല, വീട് വിൽക്കും. ഒത്തിരി പേര് ചെന്നിട്ട് അവരെല്ലാം പറഞ്ഞു ആ വ്യവസ്ഥ ശരിയാകുകയില്ല, വേണ്ട, വീട് മേടിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, ഓ ആണിയല്ലേ, ഇപ്പം മോന്താഴത്തിൽ ഒരു ആണി ഇരിപ്പുണ്ട്, അത് അയാൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അയാൾ എടുത്തോട്ടെ, അതിനിപ്പോൾ എന്നായിരിക്കുന്നത്, കച്ചവടം ഉറപ്പിക്കാം. അങ്ങനെ കച്ചവടം ഉറപ്പിച്ചു, വീട് മേടിച്ചു. വീടുമൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ വീട് വിറ്റയാൾ അവിടെ വന്നു. എൻ്റെ ആണി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനായിട്ടാണ് വന്നത്. വീടിനകത്തൂടെ എല്ലാം കയറി അതെല്ലാം പരിശോധിച്ചിട്ട് അയാൾ തിരിച്ചുപോയി. 2-ാമത്തെ ആഴ്ച പിന്നെയും വന്നു. എന്തിനാ വന്നത്? എൻ്റെ ആണി അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. ആകെപ്പാടെ അസ്വസ്ഥതയായി, ആ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ അസ്വസ്ഥതയായി. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇയാളെ ഉടമസ്ഥൻ ആണി അന്വേഷിച്ചിട്ട് അവിടെ വരിക. ഭയങ്കരമായ ബഹളമായി. ഇനി വരാൻ പറ്റുകയെന്ന് പറഞ്ഞു. ഉടമസ്ഥൻ പറഞ്ഞു, ആണി എൻ്റേതാണ്, ആണി ഞാൻ വിറ്റിട്ടില്ല, വീട് മാത്രമേ വിറ്റിട്ടുള്ളൂ. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക സത്യമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ആത്മാവിന് സമർപ്പിക്കാത്ത ചെറിയ ഒരാണിപ്പഴുത് മതി നമ്മുടെ ജീവിതം അലങ്കോലപ്പെടാൻ, അസ്വസ്ഥമാകാൻ, പ്രയോജനരഹിതമായി തീരുവാൻ. അതിന് നമ്മൾ അവസരം കൊടുക്കരുത്. റോമാലേഖനം 12:12 നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. സമർപ്പണം, അത് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ അനുഭവത്തിലേക്ക് നമ്മൾ വന്നേ മതിയാകൂ. അതിനായിട്ട് കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്തേറെ പ്രസംഗങ്ങൾ കേൾക്കുന്നയാളാ, ഞാൻ എന്തുമാത്രം വചനം പഠിക്കുന്നയാളാ, ഈ കേട്ട കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് എൻ്റെ ജീവിതത്തെ വിട്ടുതരുവാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് നാം ഈ വചന ശുശ്രൂഷയുടെ ഫലമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. D.L. മൂഡി പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ നാം എടുത്തുപയോഗിക്കുകയല്ല,
പ്രത്യുത പരിശുദ്ധാത്മാവ് നമ്മെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അതാണ് ആത്മാവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. D.L. മൂഡി പറഞ്ഞത് എത്രയോ വിശ്വസ്തമായ, സത്യമായ, വചനാനുസരണമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. D.L. മൂഡിയെ ദൈവം അനുഗ്രഹിച്ചു, ദൈവം ഉപയോഗിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മളെടുത്ത് ഉപയോഗിക്കുകയല്ല, എന്നിൽ വസിക്കുന്ന ആത്മാവിന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു എന്ന് നമ്മെ തന്നെ പറഞ്ഞ് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് അത് അനുഗ്രഹമായിരിക്കും. എന്താണ് ആത്മനിറവ്? ശൈശവാവസ്ഥ മാറി കട്ടിയാഹാരത്തിലേക്ക് മാറണം. 2, ജഡമോഹങ്ങളെ ജയിക്കുവാനുള്ള പ്രതിജ്ഞ നമുക്ക് ഉണ്ടായിരിക്കണം. 3, സ്നേഹത്തിൽ അന്യോന്യം സേവിച്ച് ശുശ്രൂഷിക്കുന്നതാണ് ആത്മനിറവ്. 4, തമ്മിൽ സംസാരിച്ച് ഹൃദയത്തിൽ പാടുകയും എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ജീവിക്കുന്നതാണ് ആത്മനിറവ്. ഏറ്റവും ഒടുവിൽ ആത്മാവിൻ്റെ വാളായ വചനം കയ്യിലെടുക്കുകയും ഹൃദയസ്ഥമാക്കുകയും ഉപയോഗിക്കുകയും വചനത്താൽ ധൈര്യപ്പെടുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ആത്മനിറവ്. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാനായക നിരന്തരമായി ആത്മാദാനങ്ങൾ പകരണമേ, ആത്മാദായക നിരന്തരമായി ആത്മാദാനങ്ങൾ പകരണമേ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെ ആരെങ്കിലും പ്രാർത്ഥിച്ചു കഴിയും. എന്നാൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസ്ഥിതി നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്താം. ദൈവം നമുക്ക് ആത്മാവിനെ ദാനമായിട്ട് നൽകി. ആത്മാവിൻ്റെ മുദ്രയും ആത്മാവിൻ്റെ അച്ചാരവും ആത്മാഭിഷേകവും ആത്മസ്നാനവും ദൈവം നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിച്ചു. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കുവാൻ പിതാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ത്രിയേക ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരാഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആവശ്യമെങ്കിൽ നമുക്ക് കർത്താവിനോട് അറിയിക്കാം. ഇറ്റ് ഈസ് എ ഡിസിഷൻ മേക്കിംഗ് ടൈം ബിറ്റ്വീൻ യു ആൻഡ് യുവർ ലോർഡ്. കർത്താവും ഞാനും തമ്മിലുള്ള ഒരു തീരുമാനമെടുക്കലിൻ്റെ സന്ദർഭമാണ്. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുതരുന്നു. അങ്ങയുടെ മഹത്വത്തിനായിട്ട് കൂടുതൽ പ്രവർത്തന നിരതമാകുവാൻ, ദൈവം നൽകുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മനിയന്ത്രിത ജീവിതത്തിനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ രക്ഷയ്ക്ക് സ്തോത്രം, ആത്മാവിനായിട്ട് സ്തോത്രം. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതത്തിൻ്റെ കൽപ്പന ഞങ്ങൾക്ക് തന്നല്ലോ, അത് ശിരസാ വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഫലകരമായ വിജയകരമായ ജീവിതത്തിന് ഞങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.